ചാന്ദ്രദിന ക്വിസ് 2024 ഉറപ്പായും ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. LP, UP, HS, HSS, PSCക്കാർക്ക് ഉൾപ്പെടെ ചോദിക്കാൻ പറ്റിയ ചോദ്യോത്തരങ്ങളാണ്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് തുടങ്ങാം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ. സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം 5. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. മനുഷ്യൻ കാലുകുത്തിയ ഗ്രഹം ചന്ദ്രൻ. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ, ശനിയുടെ ഉപഗ്രഹമാണിത്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12. അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ 20. ചാന്ദ്രദിനം ഇന്ത്യയിൽ ജൂലൈ 21. ഇന്ത്യൻ സമയം അനുസരിച്ച് ജൂലൈ 21-നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,401 കിലോമീറ്റർ. സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8.2 മിനിറ്റ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബനിഡ്സ്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജ്റ കലണ്ടർ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് റിഗോലിത്ത്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷം? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം സിലിക്കൺ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ 11. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകം അപ്പോളോ 11. 1969 ജൂലൈ 21. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ് കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കൽ കോളിൻസ്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എഡിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA. അപ്പോളോ 11-ലെ ബഹിരാകാശ സഞ്ചാരികൾ നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. ചാന്ദ്ര ഉടമ്പടിയുടെ വർഷം 1979. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ശൂന്യാകാശത്തിലെത്തിയ വാഹനം റഷ്യൻ നിർമ്മിത സോയൂസ് D-11. 1984 ഏപ്രിൽ 2. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ MGK മേനോൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ S സ്വാമനാഥ്. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് കൽപ്പന ചൗള. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത പെഗ്ഗി വിറ്റ്സൺ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ. ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെ കൊളംബസ്, യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം 108 മിനിറ്റ്. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1961. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സരിഷ ബാൻഡ്യ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൂഷ്യ അൻസാരി. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൂഷ്യ അൻസാരിയുടെ ജന്മസ്ഥലം ഇറാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി.
ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ക്ലെൻ, 77 വയസ്സ്. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം റഷ്യ. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ലൂണ 2, 1959. ചന്ദ്രൻ്റെ വിദൂരവശം ചിത്രീകരിച്ച ആദ്യ ദൗത്യം ലൂണ 3. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായി സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യം റഷ്യ. ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യം മൂൺലൈറ്റ്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ചൈന. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ആസ്ഥാനം തുമ്പ, തിരുവനന്തപുരം. തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെ. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നതെവിടെ? നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപൂർ, ഒഡീഷ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം GSLV Mark 3, 2019 ജൂലൈ 22-നാണ്. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം PSLV C-11. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി. രോഹിണി എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ച എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? 26. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം മെറ്റ്സാറ്റ്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ. 1993 ഏപ്രിൽ 3-ന് ഇന്ത്യ ഇൻസാറ്റ് E എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഫ്രഞ്ച് ഗയാന. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ടിയാൻഗോങ് 1. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ-ഫ്രഞ്ച് സംരംഭം സരൾ. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡുസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഷൂമാക്കർ ലെവി 9. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1, 1957 റഷ്യ. കാലാവസ്ഥാ ഉപഗ്രഹം മെഗാട്രോപിക്സ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ ദൃശ്യമാകൂ. അതിൻ്റെ കാരണം ചന്ദ്രൻ സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയം എടുക്കുന്നതിനാൽ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? റേഡിയോ സന്ദേശങ്ങൾ വഴി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.